ഓപ്ഷൻ ട്രേഡർ ഫ്രണ്ട്സിന്റെ ഒരു ഡെയിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് പ്രൊസീജിയറാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആർക്കാണോ സ്വയം ചെയ്യാന്നുള്ളതിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വയം മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ കുറച്ചാൾ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ആർക്കും സ്വയം അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാനൊരു വേറൊരു ടൂൾ കൂടെ വെച്ച് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഫിബൊനാച്ചിയാണ് ഞാൻ യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ 0.5 0.618% ഒരു എന്താ പറയുക, ഇപ്പൊ നല്ലൊരു സെല്ലിംഗ് മൂവ് വന്നു. അപ്പോൾ ആ മൂവിന്റെ ടോപ്പും ഹൈയും ഹൈയും ലോയും മാർക്ക് ഇത് വെച്ച് പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ 0.6 0.5 സോൺ മാർക്ക് ചെയ്യുക. റെക്ടാങ്കിൾ ടൂൾ എന്താണെന്ന് വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് സെല്ലിംഗ് മൂവിന്റെ ആണ്, എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ബയേഴ്സിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ സെല്ലേഴ്സ് പോയെന്ന് തന്നെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഒരു ക്യാൻഡിൽ ഒന്ന് പോയി അവിടെ ചാടിക്കറി എടുക്കുന്നതല്ല അല്ല ഞാൻ പറയുന്നത്, പോയി സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ബയേഴ്സ് കൊണ്ട് ഗ്രീൻ ക്യാൻഡിൽ ചാടിക്കയറുന്നല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് ബേസ് സ്ട്രാറ്റജി പറയുമെങ്കിൽ ഒരു സെറ്റപ്പ് ഞാൻ എന്താ പറയുക എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ കാണാൻ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇതിലോട്ട് പോകാം, സമയം കളയുന്നില്ല. ഈ ഗ്രീൻ ക്യാൻഡലിന്റെ ടോപ്പിൽ നിന്ന് ഈ ഗ്രീൻ ക്യാൻഡലിന്റെ ബോട്ടമിലേക്ക് ഞാൻ പ്ലോട്ട് ചെയ്തു. ഇത് പ്ലോട്ട് ചെയ്തു 0.5 0.618 പ്ലോട്ട് ചെയ്തു. എന്നിട്ട് എടുത്ത് കളയും. ഇതെന്താ കണ്ടിരിക്കുന്നത്? ബഡ്ജറ്റിലേക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നു. അതേപോലെ ബയസ് ഉണ്ട്. അതിനകത്ത് ഈ ബയസ് ഇല്ല, ഈ ബയസിൽ മാർക്കറ്റ് ഇല്ല. ഓക്കെ, ഈ സെല്ലേഴ്സ് വന്നു, ശ്രമിച്ചു, അവർക്ക് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഗ്യാപ്പ് ഡൗൺ ആക്കി കൊണ്ടുവന്നു. പക്ഷെ എന്നിട്ട് ശ്രമിച്ച് നടന്നില്ല, ബയേഴ്സ് കൊണ്ടുവരികയാണ് ചെയ്തത്. സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? ഈ സോണിന് മുകളിൽ മാർക്കറ്റ് ബയേഴ്സിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ബയേഴ്സ് ആയിട്ട് തന്നെ നിൽക്കണം. ബൈയിങ് പൊസിഷൻ നോക്കുക എന്ന് വെച്ചാൽ ഈ സോണിന് മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ, അഥവാ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ താഴെ തിരിച്ച് ഈ സോണിലോട്ട് വരുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയി ഇനി കൊണ്ടങ്ങ് പോകുമെന്ന് പറയാൻ ചിലപ്പോൾ പോവാം. മാർക്കറ്റിൽ നമുക്ക് എന്താ ഇതുപോലെ ഇത് പറയാനല്ലേ പറ്റുള്ളൂ. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുള്ള മാർക്കറ്റാണ് കാണിച്ചിരുന്നത്. മാർക്കറ്റ് പ്രൂവ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഞാൻ പോവുകയാണ്, വേണമെങ്കിൽ കൂടെ വന്നത് മാർക്കറ്റ് പറയണം. അങ്ങനെയുള്ള എൻട്രീസ് മാത്രം ശ്രമിക്കുമ്പോൾ നമുക്ക് ലോസ് എന്താ പറയാ കുറച്ച് നിർത്താനൊക്കെ പറ്റും. അല്ല ലോസ് വരാത്ത ആരും ഈ ലോകത്തില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സെല്ലേഴ്സ് എന്ന് പോയാൽ ബയേഴ്സിന്റെ അവരുടെ ഒരു സോണ് കാണുമല്ലോ, അതിന് താഴെ പോയാൽ അവർ പേടിക്കുന്നു, അല്ലെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലം കാണുമല്ലോ, നോക്കാമല്ലോ. അപ്പൊ ഈ ലോയിൽ നിന്ന് ഈ ബയറിന്റെ ഹൈ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്താ അതിന്റെ 0.618 0.5 സോൺ മാർക്ക് ചെയ്യുന്നു. കണ്ടില്ലേ? എന്ത് മനസ്സിലായി? ഇതിന് താഴെ ഒന്ന് ഗ്യാപ് ഡൗൺ ആയേ ഉള്ളൂ. ബയേഴ്സ് കൊണ്ട് പേടിച്ച് മുകളിൽ എന്താ പറയാ പർച്ചേസ് പൊസിഷൻസ് പയ്യത് കയറിപ്പോയി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിന്നുള്ള സിമ്പിൾ ഈ ലോജിക്ക്, നമ്മളെ ബയർ സെല്ലർ ലോജിക്കിൽ പോയാൽ നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ കുറെ ലെവൽസ് മാത്രം വരച്ച് വെച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അതിനേക്കാളും നമുക്ക് ബയർ എവിടെയുണ്ട്, സെല്ലർ എവിടെയുണ്ട്, അവരുടെ പവർ ഏരിയ ഏതാണ്, പ്രീമിയം ഏരിയ ഏതാണ്, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ബയേഴ്സ് പോയെന്ന് മനസ്സിലാക്കാം. അഥവാ ഗ്യാപ് ഡൗൺ ആവും, മറ്റുമൊക്കെ ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ എവിടെ ഗ്യാപ് ഡൗൺ ആയി തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി. പക്ഷേ ഇവിടെ എവിടെ നിന്ന് കയറി പോകുന്നില്ല, പകരം കളിച്ച് താഴെ വന്ന് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നെങ്കിൽ ബയസ് പോയെന്ന് തന്നെയാണ് അർത്ഥം. സസ്റ്റെയിൻ ചെയ്യിക്കാൻ സെല്ലേഴ്സിന് കഴിഞ്ഞാൽ താഴോട്ടൊരു മൂവ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ് ഒരു സിനാരിയോ. രണ്ട് ഗ്യാപ്പ് അപ്പ്, നല്ല ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരെയാണ്. മുകളിൽ പോകും, ചിലപ്പോൾ പോവാം. ഫസ്റ്റ് ക്യാൻഡിൽ എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ച് ബാക്കി ഫോളോ ത്രൂ ഒക്കെ നോക്കി അറിയാൻ പറ്റും. പക്ഷേ അതിനുള്ള സാധ്യത കൂടുതൽ തിരിച്ച് ഈ ഡൊമൈനിലോട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പല രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ കൂടുതൽ ലൈൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. രണ്ട് സോൺ, ബയറിന് സെല്ലറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺ. ഇപ്പൊ സെല്ലറിന്റെ സോണും ബയർ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇതിനകത്തൊക്കെ എങ്ങനെയാണോ പോവാം, ഈ രണ്ട് സോണിനകത്ത് എങ്ങനെയാണോ മാർക്കറ്റ് ബിഹേവ് ചെയ്യാം, സൈഡ് ബൈ സൈഡ് ഇരിക്കാൻ എങ്ങനെയാണോ പോവാം. അപ്പൊ ബാക്കിയെല്ലാം ലൈവ് മാർക്കറ്റിലാണ് കാണാൻ കഴിയുക. നാളെ നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് വരച്ച് നോക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെയൊക്കെ വരുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ മാർക്കറ്റിൽ. ലൈവ് മാർക്കറ്റ് വർക്ക് ചെയ്യും, അത് നോക്കിയാൽ മതി. ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാത്ത ഒന്നും ഉപയോഗമില്ലാത്ത ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പൊ നിഫ്റ്റിയുടെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്.
പറഞ്ഞിട്ടുള്ളത്. അടുത്ത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ഒരുപാട് ലെങ്ത് ആവുന്നില്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റി മനസ്സിലായത്. ഇതിന് താഴോട്ട് സസ്റ്റെയിൻ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഈ ലോ ബ്രേക്ക് ചെയ്ത് എന്നിട്ട് വീണ്ടും മുകളിലോട്ടൊക്കെ വന്ന് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്, താഴെ വരണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, നല്ലൊരു ക്യാൻഡിൽ കാണുകയാണെങ്കിൽ നമുക്ക് താഴെ വേണമെങ്കിൽ ഈ ലോ വരെ ടാർഗറ്റ് എടുക്കാം. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ചാർട്ട് നോക്കി പ്രൈസ് ലെവൽസ് ഒക്കെ നോക്കി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് വരയ്ക്കാൻ അറിയുന്ന കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലിപ്പോൾ എന്താ ഇതൊരു ലെവലായിട്ട് സപ്പോർട്ടായിട്ട്, സോറി, ഇതൊരു ഏരിയ ടാർഗറ്റ് ഏരിയ ആയിട്ട് കൂട്ടാം, ഇതൊരു ഏരിയ ആയിട്ട് കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അഥവാ താഴെ പോകുന്നെങ്കിൽ അതൊക്കെ ചാർട്ടിൽ നിന്ന് തന്നെ എടുക്കാന്നുള്ളൂ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇത് ഇത്രയും സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാം. ഇതിന് മുകളിൽ ബയേഴ്സ് കുറച്ചുകൂടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന ഒരു കൺസോൾട്ടേറ്റ് ചെയ്യുകയോ ഒരു എന്താ പറയുക നിൽക്കുന്നതായിട്ട് കാണുക, പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ, നല്ല ക്യാൻഡിലൊക്കെ കാണുകയാണെങ്കിൽ ട്രേഡ് ആക്റ്റീവ് ചെയ്യാൻ നോക്കാം. അല്ല മോഡൽ നിൽക്കുന്നു എന്ന് കണ്ട് ചാടി കയറി എടുക്കാൻ പാടില്ല. ചിലപ്പോൾ നിന്നിട്ട് താഴെ വരാം, എന്നിട്ട് തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് വീണ്ടും കയറി പോവാം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ബാങ്ക് നിഫ്റ്റി, സെയിം പ്രൊസീജിയർ, ഡെയിലി ആണ് എടുത്ത് വെച്ചു. ഓക്കെ, സെയിം പ്രൊസീജിയറാണ്. ഓക്കെ, 12 മിനിറ്റ് നോക്കാം. 12 മിനിറ്റ് 15 മിനിറ്റ് ഏതുകൊണ്ട് നോക്കാം. ഓക്കെ, എന്താണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള സിനാരിയോ? നിഫ്റ്റി കൂടുതലും ബൈങ്ങിന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കട്ടെ. ബാങ്ക് നിഫ്റ്റി കൂടുതൽ എന്താ പറയാ, സെല്ലേഴ്സ് കൂടുതൽ ഡോമിനന്റ് ആണ്. ഓക്കെ, നോക്കല്ലോ. ഓക്കെ, ഈ ലോയിൽ നിന്ന്, അല്ല സോറി, ഈ റെഡ് ക്യാൻഡിലിന്റെ ഹൈയിൽ നിന്ന് ഈ റെഡ് ക്യാൻഡിലിന്റെ ലോ വരെ പ്ലോട്ട് ചെയ്യാം. എടുത്തിട്ട് മാറി 0.618, 0.5 ലെവൽസ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. കണ്ടില്ലേ, മാർക്കറ്റ് ലൈവിൽ തന്നെ കാണാൻ കഴിയുന്നില്ല. ആ ലെവൽ റെസ്പെക്ട് ചെയ്ത് വീണ്ടും താഴെ പോയത്. ബഡ്ജറ്റ് ഡേയുടെ ഫോളോ വന്നു, അന്ന് വീണ്ടും റൈസ് ആയി. പക്ഷെ ആ 0.58 ആ സെല്ലേഴ്സ്, ഈ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലേഴ്സ് കൊടുക്കണം. അവരുടെ സോൺ, പ്രീമിയം സോൺ, അവരുടെ ഡേഞ്ചർ സോൺ, അവർക്ക് അത് കറക്റ്റ് അവർ പ്രൊട്ടക്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് റെസിസ്റ്റൻസ് ലെവലായി. അടുത്ത വീണ്ടും വേണം നമുക്ക്, വീണ്ടും ഫോളോ വന്നിട്ടുണ്ട്. എന്താ ചെയ്യുക, ഈ ഹൈയിൽ നിന്ന് ഈ ലോയ്ക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യും. വീണ്ടും ഒരു 0.5, 0.618 ലെവൽ നമ്മൾ മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? വന്നു, വീണ്ടും റെസ്പെക്ട് ചെയ്തു. ഗ്യാപ് ഡൗൺ ആയിട്ട് സെല്ലേഴ്സ്. ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലേഴ്സ് ആണ് കൂടുതൽ ഡോമിനന്റ്. ഓക്കെ, നിഫ്റ്റിയിൽ പക്ഷെ ബയേഴ്സ് ആണ് ഡോമിനന്റ് ആയി നിൽക്കുന്നത്. ചിലപ്പോൾ ട്രാപ്പിംഗ് ആയിരിക്കാം. ഈ ചിലപ്പോൾ ഈ ഇന്നത്തെ ബൈങ്ങിന് നല്ലൊരു ഗ്യാപ് ഡൗൺ വന്ന് വീണ്ടും ഇവിടെയൊക്കെ നിൽക്കാൻ താഴത്തോട്ട് തന്നെ പോകും. അപ്പോൾ മാർക്കറ്റ് എന്താണ് ലൈവിൽ കാണിക്കുന്നത് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താണുള്ളത്? ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലേഴ്സ് ആണ് ഡോമിനന്റ് എന്ന് ഇതിന് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇമീഡിയറ്റ് ലെവൽസ് ഉണ്ട്, വീണ്ടും എടുക്കുക. ഈ ഹൈയിൽ നിന്ന് ഇന്നത്തെ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ, അതിന്റെ 0.5, 0.618 ലെവൽ എന്ന് മാർക്ക് ചെയ്യാം. നാളത്തേക്കുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയി. ഞാൻ ഒന്നും ചെയ്തില്ല. ഫിബോച്ച് യൂസ് ചെയ്തുള്ള 3 കീ ഏരിയാസ് ബാങ്ക് നിഫ്റ്റിക്ക് 100% എന്താ പറയുക റെസ്പെക്ട് ചെയ്യുന്ന 3 കീ ഏരിയാസ് അല്ലെങ്കിൽ സോൺസ് ആണ് ഞാൻ ഇപ്പം ഈ ഷോർട്ട് വീഡിയോയിൽ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ആർക്കും എങ്ങനെയും നടക്കും. എനിക്ക് മാത്രമല്ല, ഫിബൊനാച്ചി ടൂളുണ്ട്, ഇതെടുത്ത് എന്തുവേണം ചെയ്യാൻ പറ്റും, ആർക്ക് വേണം ചെയ്യാൻ പറ്റും. പല രീതിയിൽ ഇതിന്റെ വാല്യൂസ് മാറ്റിയിട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 സോൺസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ റെസിസ്റ്റൻസിലാണ്, നിഫ്റ്റി ബൈയിങ്ങിലാണ്. ഓക്കെ, നിഫ്റ്റി ഫുൾ ഫ്ലോയിൽ ബൈയിങ്ങിൽ അങ്ങ് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത് ഫോളോ ചെയ്യും, ഓക്കെയാണ്. പക്ഷേ അത് ബാക്കി ലൈവ് മാർക്കറ്റ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വല്ല ലെവൽസ് ഉണ്ട്, ഇതിൽ കൂടുതൽ എനിക്ക് വലിയ പറയാല്ല. ഈ കൂടെ ഒരു നോക്കാം.
ഈ ഹൈന്ന് ഇന്നത്തെ ലോ കൊണ്ട് ഈ ലോകം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈ ആയതുകൊണ്ട് ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ നോക്കി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാതെ ഈ ഹൈ തൊട്ട് ഈ ലോ വരെ നോക്കിയെന്ന് പറഞ്ഞാൽ വിഷയം സംഭവിക്കുന്നില്ല. ഓക്കെ, കണ്ടില്ല? 1 2 3 4 4 ഏരിയാസ് ആണ് നമ്മുടെ ഉള്ളത് മാർക്കറ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാനും നമുക്ക് ട്രേഡ്സ് എടുക്കാനും ഒക്കെ ആയിട്ട്. അത് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻസിൽ ചോദിക്കുക. ഫിബൊനാച്ചി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, എന്നാലും ബിഗിനേഴ്സ് ആയിട്ട് അറിയാത്തവരും ഉണ്ടാകാം. ഓക്കെ, താഴെ സപ്പോർട്ട് സോൺസ് വല്ലതും ഉണ്ടോ? സപ്പോർട്ട് ഇവിടെ നിന്ന് നോക്കട്ടെ. ഇവിടുന്ന് കൊണ്ടുപോയ ബയേഴ്സ് ഇവരുടെ ഇതിൽ നോക്കാം. എനിക്ക് ബയേഴ്സ് പോയോ ഇല്ലെങ്കിൽ നാളെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ വന്ന സെല്ലേഴ്സിനെ എല്ലാം എന്തായി 50% മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ സെല്ലേഴ്സ് എല്ലാം പോയി കഴിഞ്ഞു. ഓക്കെ, ഈ ബയേഴ്സ് പോകണമെങ്കിൽ ഈ സോണിന് താഴെ ഒന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം, എന്നാലും ഈ ബയേഴ്സ് പോയി. ബയേഴ്സ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ സിനാരിയോ കണ്ടിട്ട് ഈ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ ബൈയും കണ്ടിട്ട് അതിനുള്ള സാധ്യത എല്ലാം ഉണ്ട്. മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സോൺസിനെയൊക്കെ നല്ലപോലെ നോക്കുക. ഓക്കെ, ഇതുപോലെ വരച്ച് വെച്ചിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ ബയേഴ്സ് കൊണ്ടുപോയി. ഇന്ന് ബയേഴ്സ് ഇങ്ങനെ മാർക്കറ്റിനെ കൊണ്ടുപോയി. നാളെ ബയേഴ്സ് ഇതിന്റെ ഈ സോണിന് താഴെ ബയേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, സോറി, ബയേഴ്സിന് ഓവർകം ചെയ്ത് സെല്ലെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ബയേഴ്സ് ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഈ ബയേഴ്സ് ഔട്ടായി. അങ്ങനെ നമുക്ക് എസ് എൽ ഹണ്ടിങ്ങിന്റെ കാര്യങ്ങളും ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മൂവ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുകളിലാണെങ്കിൽ ഈ സെല്ലേഴ്സ് പോയി. ഇപ്പം ഈ സെല്ലേഴ്സ് പോയതിന് തുല്യം തന്നെയാണ്. നാളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന നോക്കാം. നാളെ ഇനി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും ഇവിടുന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഈ സോണിൽ നിന്ന്. ഓക്കെ, ഇവിടുന്ന് ഫർദർ മൂവ് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സസ്റ്റെയിൻ ചെയ്ത്, ഇല്ലെങ്കിൽ ഈ സോണിൽ എവിടെയെങ്കിലും നല്ലൊരു ക്യാൻഡിൽ കാണണം. എന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് ധൈര്യമായിട്ട് ട്രേഡിന് ഇരിക്കാൻ പറ്റും. സെയിം സിനാരിയോ ഇവിടെ. ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ബയേഴ്സ് വീണ്ടും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിനകത്ത് ചോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിന് താഴെ വന്ന് ഒരു ക്യാൻഡിൽ വന്നു കൊണ്ട് ചാടിക്കറി എൻ്റർ എടുക്കാൻ പാടില്ല. സസ്റ്റെയിൻ ചെയ്യണം, ഫോളോ ത്രൂ ആണ്. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കൺഫ്യൂസ് ആക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു. വോയിസ് ഒക്കെ ക്ലിയർ ആയ എന്നറിയില്ല, എന്നാലും ശ്രമിക്കുക. അഥവാ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഓക്കെ, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അപ്രോച്ച് മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫിബ് വെച്ച് തന്നെ നമുക്ക്, ഫിബൊനാച്ചി വെച്ച് ടൂൾ വെച്ച് തന്നെ നമുക്ക് ബയേഴ്സ് എവിടെയുണ്ട്, സെല്ലേഴ്സ് എവിടെയുണ്ട്, ആരാണ് സ്ട്രോങ് ആരാണ് വീക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, ഇതുപോലത്തെ ഡെയിലി അനാലിസിസ് വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ കാണുന്ന ഈ ചെറിയ ചാനലിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.